പശ്ചിമേഷ്യ വീണ്ടും കത്തിയേരിയുന്നു. 2026 ഫെബ്രുവരി 28. ലോകം വലിയൊരു ഭീതിയോടെയാണ് ആ വാർത്ത കേട്ടത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ആക്രമണങ്ങളിൽ ഒന്ന് ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ എപ്റ്റിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണം പശ്ചിമേഷ്യയെ സമ്പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിലെ തുടക്കത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ഇസ്രായേലും ഇറാനെതിരെ തിരിഞ്ഞത്? ഈ ശത്രുതയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞു തരാം. ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് 1979 ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിലാണ്. ഈ വിപ്ലവത്തിലൂടെയാണ് അമേരിക്കയും ഇറാനും തെറ്റിപ്പിരിയാൻ തുടങ്ങിയത്. ആ സംഭവം എന്തെന്ന് വെച്ചാൽ 1979 മുമ്പ് ഇറാൻ ഭരിച്ചിരുന്നത് മുഹമ്മദ് ഷാ എന്ന രാജാവായിരുന്നു. അദ്ദേഹം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും വിശ്വസ്തനായ സുഹൃത്തായിരുന്നു. ഇറാൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വ്യാപാരം നടത്തിയിരുന്നു. അമേരിക്കൻ മാതൃകയിൽ ഇറാനെ ഒരു ആധുനിക രാജ്യമാക്കി മാറ്റാനാണ് ഷാ ശ്രമിച്ചത്. വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. പാശ്ചാത്യ വസ്ത്രധാരണം പ്രോത്സാഹിപ്പിച്ചു. ഒറ്റനോട്ടത്തിൽ രാജ്യം പുരോഗമിക്കുകയാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ദാരിദ്ര്യമുണ്ടായിരുന്നു. എണ്ണ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഷാ രാജാവും അദ്ദേഹത്തോട് ചേർന്നുള്ള ചുരുക്കം ചിലരും മാത്രമാണ് അനുഭവിക്കുന്നത് എന്ന കിംവദന്തി ആ നാടൊന്നാകെ പരന്നിരുന്നു. കൂടാതെ പുരോഗമന പാശ്ചാത്യ ആശയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി അത് തങ്ങളുടെ വിശ്വാസ തീവ്രത നശിപ്പിക്കാനാണ് ഷാ രാജാവ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അവിടുത്തെ മതപുരോഹിതന്മാർ ഷാ രാജാവിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി. അങ്ങനെയിരിക്കെ തനിക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചാരണങ്ങളെ തടയാൻ ഷാ രാജാവ് അമേരിക്കയുടെ സഹായം തേടി. തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്താൻ അമേരിക്കൻ ചാരസംഘടനയായ CIA സഹായത്തോടെ ഷാ രാജാവ് രൂപീകരിച്ച രഹസ്യ പോലീസായിരുന്നു സാവക്. രാജാവിനെതിരെ ശബ്ദമുയർത്തുന്നവരെ കാണാതാകുന്നതും അവരുടെ ക്രൂരമായ പീഡനങ്ങളും കൊലപാതകങ്ങളും ജനങ്ങളുടെ ഇടയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി. രാജാവിൻ്റെ പാശ്ചാത്യവൽക്കരണത്തെയും അഴിമതിയെയും ഏറ്റവും കൂടുതൽ എതിർത്തത് ഇറാനിലെ ഇസ്ലാമിക മതപണ്ഡിതന്മാരായിരുന്നു. ഇവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ആയത്തുള്ള ഖൊമേനി. ഇത് മനസ്സിലാക്കിയ ഷാ രാജാവ് ആയത്തുള്ള ഖൊമേനിയെ രാജ്യത്ത് നിന്ന് നാടുകടത്തി. ഇറാഖിലും പിന്നീട് ഫ്രാൻസിലുമായി അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചു. പ്രവാസത്തിലായിരുന്നുവെങ്കിലും ഖൊമേനിയുടെ പ്രസംഗങ്ങൾ ഓഡിയോ കാസറ്റുകളിലായി രഹസ്യമായി ഇറാനിലെത്തിച്ചു. പള്ളികളിലൂടെയും രഹസ്യ കേന്ദ്രങ്ങളിലൂടെയും ജനങ്ങൾ അത് കേട്ടു. കമ്മ്യൂണിസ്റ്റുകാരും വിദ്യാർത്ഥികളും മതപണ്ഡിതന്മാരും ഉൾപ്പെടെ രാജാവിനെ എതിർത്തിരുന്ന എല്ലാവരും ഖൊമേനിയുടെ പിന്നിൽ അണിനിരന്നു. അങ്ങനെയിരിക്കെ 1978 ഓഗസ്റ്റിൽ അബാദാൻ നഗരത്തിലെ ഒരു തിയേറ്ററിന് തീപിടിച്ച് 400-ലധികം പേർ മരിച്ചു. യഥാർത്ഥത്തിൽ ഇസ്ലാം മത രാജ്യത്ത് ഇത്തരത്തിലൊരു തിയേറ്റർ പാടില്ല എന്ന ഉദ്ദേശത്തോടെ ഇത്തരമൊരു ഹീനകൃത്യം ചെയ്തത് തീവ്ര മതവാദ ഇസ്ലാമിസ്റ്റുകളായിരുന്നു. എന്നാൽ ഇറാനിൽ അന്ന് പടർന്ന വാർത്ത മറ്റൊന്നായിരുന്നു. ഇത് രാജാവ് മുഹമ്മദ് ഷായുടെ സാവക് ചെയ്തതാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഇത് പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടി. 1978 സെപ്റ്റംബർ 8 ടെഹ്റാനിലെ ജലൈസ് സ്ക്വയറിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭകർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇതോടെ ഷാ രാജാവിന് ജനങ്ങൾക്കിടയിലുള്ള അവസാന പിന്തുണയും നഷ്ടപ്പെട്ടു. എണ്ണത്തൊഴിലാളികൾ ഉൾപ്പെടെ പണിമുടക്കിയതോടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും സ്തംഭിച്ചു. പ്രക്ഷോഭം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഷാ രാജാവ് തൻ്റെ കുടുംബത്തോടൊപ്പം ഇറാനിൽ നിന്ന് പലായനം ചെയ്തു. ഷായുടെ ഭരണം അവസാനിച്ചതോടെ ഇറാനിലെ തെരുവുകളിൽ വലിയ ആഘോഷങ്ങൾ നടന്നു. ഇതേസമയം മറ്റൊരാൾ ഇറാനിലേക്ക് തിരിച്ചു വരികയാണ്. അത് മറ്റാരുമല്ല, ആയത്തുള്ള ഖൊമേനി ആയിരുന്നു. അത് 15 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഫ്രാൻസിൽ നിന്ന് ആയത്തുള്ള ഖൊമേനി ഇറാനിലെ ടെഹ്റാനിൽ വന്നിറങ്ങി. ദശലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. 10 ദിവസത്തിനുള്ളിൽ സൈന്യം നിഷ്പക്ഷത പ്രഖ്യാപിക്കുകയും രാജഭരണം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ചെയ്തു. ഖൊമേനി അധികാരം ഏറ്റെടുത്തതോടെ ഇറാൻ പൂർണ്ണമായും മാറിമറിഞ്ഞു. 1979 ഏപ്രിലിൽ നടന്ന ഹിതപരിശോധനയിലൂടെ ഇറാൻ ഔദ്യോഗികമായി ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ രാജ്യത്ത് കർശനമായി നടപ്പിലാക്കി. സ്ത്രീകൾക്ക് ഹിജബ് നിർബന്ധമാക്കി.
ഇറാനിൽ നിന്ന് പലായനം ചെയ്ത അർബുദബാധിതനായ ഷാ രാജാവിന് അമേരിക്ക അഭയം നൽകിയതിൽ പ്രതിഷേധിച്ച് 1979 നവംബറിൽ ഇറാന്റെ വിദ്യാർത്ഥി വിഭാഗം ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ആക്രമിച്ച് 52 അമേരിക്കക്കാരെ ബന്ദികളാക്കി. ഇത് 444 ദിവസം നീണ്ടുനിന്നു. ഇതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പിന്നീട് ഒരിക്കലും ശരിയാകാത്തവണ്ണം പൂർണ്ണമായും തകർന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന സഖ്യകക്ഷിയായിരുന്ന ഇറാൻ എന്ന രാജ്യം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റിയ ചരിത്രത്തിലെ അവിശ്വസനീയമായ ഒരു ഏടാണ് 1979 ഇറാൻ ഇസ്ലാമിക വിപ്ലവം. എന്നാൽ ഇതേ വിപ്ലവത്തോടെ ഇറാൻ ഇസ്രായേലിനെയും ശത്രുവാക്കി മാറ്റി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1948 ഇസ്രായേൽ ഒരു രാജ്യമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ തുർക്കിക്ക് ശേഷം അതിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഷാ രാജാവ് ഭരിച്ചിരുന്ന ഇറാൻ. ആ കാലത്ത് അവർക്ക് പൊതുവായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു. അതിനാൽ അറബല്ലാത്ത എന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും ഇറാനും തുർക്കിയുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നത് ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു. ഇസ്രായേലിന് ആവശ്യമായ എണ്ണയുടെ വലിയൊരു ശതമാനം നൽകിയിരുന്നത് ഇറാനാണ്. പകരം ഇസ്രായേൽ ഇറാന് ആയുധങ്ങളും കാർഷിക സാങ്കേതിക വിദ്യകളും നൽകി. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1979 ഇസ്ലാമിക വിപ്ലവം ഉണ്ടല്ലോ, അത് ഇസ്രായേലിനെയും ശത്രുക്കളാക്കി മാറ്റി. ആയത്തുള്ള ഖൊമേനി അധികാരത്തിൽ വന്നതോടെ ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് പാലസ്തീൻ ഭൂമി കയ്യേറിയുണ്ടായ രാജ്യമാണെന്നും ഖൊമേനി പ്രഖ്യാപിച്ചു. അമേരിക്കയെ വലിയ സാത്താൻ എന്ന് വിളിച്ച ഖൊമേനി ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്നും വിളിച്ചു. മാത്രമല്ല ഇറാനിലെ ടെഹ്റാനിലുണ്ടായിരുന്ന ഇസ്രായേൽ എംബസി അവർ അടപ്പിച്ചു. പകരം ആ കെട്ടിടം പാലസ്തീൻ വിമോചന തീവ്രവാദ സംഘടനയായ PLOയ്ക്ക് കൈമാറി. ഇത് ഇസ്രായേലിന് വലിയൊരു പ്രഹരമായിരുന്നു. മാത്രമല്ല ഇസ്രായേലിനെ അന്ന് കൂടുതൽ ചൊടിപ്പിച്ചത് അന്ന് ഇസ്രായേലിൻ്റെ അധികാരത്തിൽ വന്ന ആയത്തുള്ള ഖൊമേനി ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ പോക്സി യുദ്ധങ്ങളാണ്. പോക്സി എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വന്തമായി ചെയ്യാൻ കഴിയാത്തത് പകരക്കാരെ വച്ച് ചെയ്യിപ്പിക്കുക എന്നതാണ്. ഇറാനുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇസ്രായേൽ. അതിനാൽ നേരിട്ടൊരു യുദ്ധം അന്ന് സാധ്യമല്ലായിരുന്നു. അതിനാൽ ഇറാൻ തങ്ങളുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ലബനിലേക്ക് അയക്കുകയും അവിടെയുള്ള ഷിയ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് ഇസ്രായേലിനെതിരെ പോരാടാൻ ഒരു സായുധ സംഘം രൂപീകരിക്കുകയും ചെയ്തു. ആ സംഘടനയാണ് ഹിസ്ബുള്ള. മാത്രമല്ല അമേരിക്കയോടും ഇസ്രായേലിനോടും നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറാൻ സൈനികമായി അത്ര ശക്തരല്ല. അതിനു പകരം അവർ ഉപയോഗിച്ചിരുന്ന തന്ത്രമാണ് പ്രോക്സി വാർ. അതിനായി മിഡിൽ ഈസ്റ്റിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകിയിരുന്നു. ഇതിനെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻ്റ് എന്നാണ് വിളിച്ചിരുന്നത്. പലസ്തീനിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസിന് ഇറാൻ്റെ പിന്തുണയുണ്ട്. ലബനിലെ ശക്തമായ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇറാൻ്റെ ഏറ്റവും വലിയ പ്രോക്സി സൈന്യമാണ്. യമനിൽ നിന്ന് ചെങ്കടലിലെ കപ്പലുകൾക്കും ഇസ്രായേലിനും നേരെ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് ആയുധം നൽകുന്നത് ഇറാനാണ്. ഈ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രായേലിനെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും നിരന്തരം ആക്രമിക്കുന്ന ഇറാൻ്റെ തന്ത്രം അമേരിക്കയെയും കൂടുതൽ പ്രകോപിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 പാലസ്തീനിലെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതേ തുടർന്നുണ്ടായ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ മറവിൽ ഇറാൻ പ്രോക്സി യുദ്ധം ശക്തമാക്കി. ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നിരന്തരം ആക്രമണം നടത്തി. യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിച്ചു. ഈ സംഘങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇറാൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഈ ഭീഷണി ഇല്ലാതാക്കാൻ ഇറാൻ്റെ സൈനിക ശേഷി തകർക്കണമെന്നും ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതിൻ്റെ മറ്റൊരു പ്രധാന കാരണം ഇറാൻ്റെ ആണവ പദ്ധതിയാണ്. 2000ൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേലിന് ഒരു കാര്യം വ്യക്തമായിരുന്നു: ഇറാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കൈവശം ആണവായുധം വരുന്നത് തങ്ങളുടെ അസ്തിത്വത്തിന് തന്നെ ഭീഷണിയാണെന്ന് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. ആയതിനാൽ എന്ത് വില കൊടുത്തും ഇറാൻ്റെ ആണവായുധ പരീക്ഷണങ്ങൾ തടയാൻ തന്നെ ഇസ്രായേൽ തീരുമാനിക്കുന്നു.
അതിനായി ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഒരു പദ്ധതി തയ്യാറാക്കി. ആണവായുധ പരീക്ഷണങ്ങൾക്ക് തലച്ചോറ് ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ ഇല്ലാതാക്കുക. അങ്ങനെ മൊസാദിൻ്റെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ ടോപ്പ് ആണവ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടു. തുടർന്ന് ഇറാൻ്റെ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് കൊലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിൽ മൊസാദ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്ന വ്യക്തി ഇറാനിലെ ഉന്നത ആണവ ശാസ്ത്രജ്ഞനും ഇറാൻ്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മൊഹസിൻ ഫക്ർസാദയായിരുന്നു. അദ്ദേഹത്തെ മൊസാദ് കൊലപ്പെടുത്തിയതാണ് ഏറെ ശ്രദ്ധേയം. കാവൽക്കാരുടെ ഒരു വലിയ പട തന്നെ എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. 2020 നവംബർ 27 മൊഹസിൻ ഫക്ർസാദെ തൻ്റെ ഭാര്യയോടൊപ്പം നിസാൻ ടീന കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ കാർ പോകുന്ന വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു പഴയ നീല പിക്കപ്പ് ട്രക്കിൽ നിന്ന് കാറിന് നേരെ വെടിവയ്പുണ്ടായി. ഫക്ർസാദെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും കൃത്യമായി അദ്ദേഹത്തിൻ്റെ നട്ടലിനും നെഞ്ചിനും വെടിയേറ്റ് അദ്ദേഹം മരിച്ചു വീണു. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ ബോഡി ഗാർഡുകൾക്കോ ഒരു പോറൽ പോലും ഏറ്റില്ല. അതിന് കാരണം ആ വെടിവയ്പ് നടത്തിയത് മനുഷ്യരായിരുന്നില്ല. പകരം ആ പിക്കപ്പ് ട്രക്കിൽ ഘടിപ്പിച്ചിരുന്നത് ഉപഗ്രഹം വഴി നിയന്ത്രിക്കുന്ന ഒരു അത്യാധുനിക ഫേസ് ഡിറ്റക്ഷൻ മെഷീൻ ഗണ്ണായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ ഇസ്രായേലിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലിരുന്ന് മൊസാദ് ഏജന്റുമാർ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് ഫക്ർസാദയെ കൊലപ്പെടുത്തിയത്. മുഖം തിരിച്ചറിയാനുള്ള ഫേസ് റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാലാണ് ഭാര്യയ്ക്കും ബോഡി ഗാർഡുകൾക്കും വെടിയേൽക്കാതിരുന്നത്. ദൗത്യം കഴിഞ്ഞ ഉടനെ തന്നെ ആ മെഷീൻ ഗൺ സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ശ്രമഫലമായി നിർമ്മിച്ച സ്റ്റക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേലിനെയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയം ഇറാൻ്റെ ആണവ പദ്ധതികളാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് തങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നതെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ആണവായുധം നിർമ്മിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇസ്രായേലും അമേരിക്കയും ഉറച്ചു വിശ്വസിക്കുന്നു. 2019 ലോകരാജ്യങ്ങൾ ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇറാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നുണ്ടെന്ന് ആരോപിച്ച് 2018 അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറി. ആണവായുധം കൈവശമുള്ള ഒരു ഇറാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ഇസ്രായേൽ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. നിലവിൽ ഇറാൻ്റെ പക്കൽ ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നും ആയതിനാൽ അവർ ഏത് നിമിഷവും ഒരു ആണവ ബോംബ് നിർമ്മിച്ചേക്കാമെന്നുള്ള ഭയമാണ് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രായേലിനെയും നയിപ്പിച്ച മറ്റൊരു പ്രധാന ഘടകം. 2026 ഫെബ്രുവരി അവസാനത്തോടെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം ആരംഭിച്ചത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, ബാലസ്റ്റിക് മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, ഭരണ നേതൃത്വം എന്നിവയായിരുന്നു അവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി അമേരിക്കയും ഇസ്രായേലും പ്രഖ്യാപിക്കുകയും പിന്നീട് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഈ ആക്രമണം കേവലമൊരു സൈനിക നടപടിയല്ല, ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ഭൂകമ്പത്തിൻ്റെ തുടക്കമാണ്. ആണവായുധങ്ങൾ, മതപരമായ ശത്രുത, എണ്ണയുടെ രാഷ്ട്രീയം, വൻ ശക്തികളുടെ ആധിപത്യം ഇവയെല്ലാം കൂടിച്ചേരുന്ന ഒരു അപകടകരമായ സാഹചര്യമാണിത്. ഇറാൻ സ്പോൺസർ ചെയ്യുന്ന പ്രോക്സി വാർ നിലനിൽക്കുന്ന കാലത്തോളവും ഇറാൻ ആണവായുധ നിർമ്മാണത്തിൻ്റെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നിടത്തോളം കാലവും പശ്ചിമേഷ്യ എപ്പോഴും ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ ആകാംക്ഷ നിറഞ്ഞ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.